24-ലൂടെ പുറംലോകം അറിഞ്ഞ വാർത്തയായിരുന്നു തിരുവനന്തപുരത്തെ സുമയ്യയുടെ ദുരിതം. ജനറൽ ആശുപത്രിയിൽ വെച്ച് നടന്ന തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിപ്പോവുകയായിരുന്നു. സംഭവം വാർത്തയായതോടെ ആ വിഷയം പഠിക്കാൻ മെഡിക്കൽ ബോർഡിനൊക്കെ രൂപീകരിച്ചതാണ്. അതോടെ വയർ പുറത്തെടുക്കാൻ കഴിയുമെന്നും 2.5 വർഷമായി അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതിയാവും എന്നൊക്കെ സുമയ്യ പ്രതീക്ഷിച്ചു. എന്നാൽ വയർ പുറത്തെടുക്കുന്നത് റിസ്ക് എന്നാണ് ഇപ്പോൾ വിദഗ്ധരുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ടെന്ന് സുമയ്യ പറയുന്നു. ഒപ്പം വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിക്കാൻ പോവുകയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ നീക്കം. 2023 മാർച്ചിലാണ് തൈറോയിഡുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങുന്നത്. ഗുരുതരമായ പിഴവുണ്ടായിട്ടും അത് മറച്ചുവയ്ക്കുകയും ഒതുക്കി തീർക്കാനുള്ള ശ്രമവുമാണ് ആശുപത്രി അധികൃതരുടെയും ഡോക്ടറുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇക്കഴിഞ്ഞ മാർച്ച് 2-ന് എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടെ ഉപകരണം തിരികെ എടുക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. യോഗവും ചേർന്നു. ഇതോടെ 2.5 വർഷത്തിലേറെയായി ശരീരത്തിനകത്ത് കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്ന കാര്യത്തിൽ അടിയന്തര നടപടിയുണ്ടാകുമെന്നായിരുന്നു സുമയ്യയുടെ പ്രതീക്ഷ. സെപ്റ്റംബർ 3-ന് സുമയ്യയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യതകൾ തേടാമെന്നാണ് അന്ന് ബോർഡ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടത്. അന്തിമ തീരുമാനത്തിന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാരുടെ സേവനം കൂടി തേടാൻ തീരുമാനിച്ച യോഗം പിരിഞ്ഞു. എന്നാൽ ഇന്നു ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം ആ പിഴവിന് പരിഹാരമില്ലെന്ന നിഗമനത്തിലാണ് എത്തിയത്. എനിക്കിപ്പോഴും ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല, ശ്വാസം മുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ എനിക്ക് ഇത് കിടക്കുന്നതുകൊണ്ട് എനിക്കിപ്പോഴും ടെൻഷനാണ്. എനിക്കിനി ഒരുപാട് കാലം ഞാൻ ജീവിക്കാനുള്ളതാണ്. ഇപ്പോഴും ഡോക്ടറിന് മേലെ ഇതുവരെയ്ക്കും ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പം ഡോക്ടർ ഇപ്പോഴും തുടർന്ന് സർവീസിലിരിക്കുകയാണ്. ഇപ്പം ഇന്ന് എനിക്ക് പറ്റിയെങ്കിൽ നാളെ ഇതുപോലെ വേറെ ആൾക്കും സംഭവിക്കാം. സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് സുരക്ഷിതം. സർജറിക്കിടയിൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം തീരുമാനിച്ചത്. സർക്കാർ സംവിധാനത്തെ വിശ്വസിച്ച് ചികിത്സയ്ക്കെത്തിയ ഒരു യുവതിക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത്. ഗൈഡ് വയറുമായി മുന്നോട്ട് പോകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് സുമയ്യ തന്നെ പറയുന്നു. ഗൈഡ് വയർ പുറത്തെടുത്ത ആരോഗ്യം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയ്ക്കിടെയാണ് ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന മെഡിക്കൽ ബോർഡ് തീരുമാനവും പുറത്തുവരുന്നത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആവശ്യമെങ്കിൽ പ്രതിഷേധിക്കും എന്നാണ് ഇപ്പോൾ സുമയ്യ അറിയിച്ചിരുന്നത്. കുടുംബവുമായി എത്തി പ്രതിഷേധിക്കും എന്ന് അവർ പറയുന്നുമുണ്ട്. എന്തായാലും അവരുടെ ദുരിതം അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഗൈഡ് വയർ ഇപ്പോൾ ഈ രീതിയിൽ പുറത്തെടുക്കുന്നത് അത് നല്ല ബുദ്ധിയല്ല എന്ന് വിദഗ്ധർ പറയുന്നു. അപ്പോഴും ഈ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും ഈ കാലം അത്രയും ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയ ആക്ഷേപത്തിനിടയാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.